നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പുതുവർഷത്തെക്കുറിച്ചാണ്. പുതുവർഷം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ 2-3 വർഷത്തെ പുതുവർഷമായിട്ടെടുക്കും. ജ്യോതിഷ വർഷം എന്ന് പറയുന്നത് മേട 1-ാം തീയതി തൊട്ടാണ്. ഇംഗ്ലീഷ് വർഷം എന്ന് പറയുന്നത് ജനുവരി തൊട്ടാണ്. പക്ഷേ മലയാളികളുടെ പുതുവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസം 1-ാം തീയതി തൊട്ടാണ്. ചിങ്ങം തൊട്ട് കർക്കടകം വരെ വരുന്ന സമയമാണ് ശരിക്ക് പുതുവർഷം ആരംഭിക്കുന്നത്. ഈ ഓഗസ്റ്റ് മാസം 17-ാം തീയതി തൊട്ട്, അതായത് ചിങ്ങം 1-ാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ്. ഇപ്പോൾ 1200-ാം ആണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1201-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് പുതുവർഷം ആരംഭിക്കുകയാണ്. ഈ പുതുവർഷം ഓരോ രാശിക്കാർക്ക് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. മേട രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, കാർത്തിക കാൽഭാഗം വരുന്ന 2.25 നക്ഷത്രമാണ് ഒരു രാശി. അപ്പോൾ മേടൻ രാശിയിൽ പെട്ടവർക്ക് നമ്മൾ മേടൻ രാശിക്കാരുടെ പുതുവർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ര കണ്ട് സന്തോഷപ്രദമായ ഒരു വർഷമല്ല നിങ്ങൾക്കെന്നറിയുക. കുറച്ചേറെ തടസ്സങ്ങളും സാമ്പത്തിക നഷ്ടവും ശാരീരിക ബുദ്ധിമുട്ടും കാര്യതടസ്സങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഇടവരുന്ന സമയമാണ്. പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ, മെയിനായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ഒരു വർഷക്കാലം കുറച്ച് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം. കാരണം 2 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്, അനുകൂലമല്ലാതെ. ഒന്ന് ശനി 12ലേക്ക് സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ശനി ആവട്ടെ 7 ശനി രൂപത്തിൽ നിൽക്കുകയും ചെയ്യാണ്. 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 എന്ന് പറയുമ്പോൾ വ്യയസ്ഥാനത്ത് ശനി നിൽക്കുകയാണ്. ഇപ്പോൾ വ്യയം ഉണ്ടായിക്കൊണ്ടിരിക്കും, തടസ്സം. 3, 2026 ജൂൺ വരെ വ്യാഴം 3-ൽ നിൽക്കുകയാണ്. 3-ൽ വ്യാഴം മുടിഞ്ഞു വെക്കൊണ്ടേയിരിക്കും. മുടിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലതും നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ജൂൺ മാസം കഴിഞ്ഞ് പിന്നെ 2 മാസം കൂടി കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം വരും, അടുത്ത വർഷത്തിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട ഒരു രാശിയാണ് ശരിക്ക് മേടൻ രാശിക്കാർ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പുതുവർഷത്തെ എന്തുകൊണ്ട് നേരത്തെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് പുതുവർഷം വരെയാണ്. പുതുവർഷത്തിൽ നമ്മൾ ഓരോന്ന് കാര്യം ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് എപ്പോഴാണോ ചീത്ത സമയം നിൽക്കുന്ന സമയം നമ്മൾ വളരെ കെയർഫുൾ ആവുകയും, അതുപോലെ നല്ല സമയം വരുന്ന സമയത്ത് നമ്മൾ അത്രയ്ക്ക് അധ്വാനിച്ച് ഓരോ കാര്യത്തിന് ഇറങ്ങുകയും ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മേടരാശിക്കാർ വളരെ സൂക്ഷിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അത് സാമ്പത്തിക ഇടപാടുകളാവട്ടെ, അതുപോലെ ചെയ്യുന്ന ബിസിനസ്സാദി കാര്യങ്ങളാവട്ടെ, ഇതിലെല്ലാം അശ്രദ്ധ ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാത്തിനെയും മാറ്റിക്കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇതിനൊന്നും അയ്യോ ഇങ്ങനെ ജ്യോത്സ്യന്മാർ പറഞ്ഞു, അതുകൊണ്ട് നമുക്കിതിനൊന്നും മാറ്റാൻ പറ്റില്ല. എല്ലാം മാറ്റാൻ പറ്റും. ആര് വിചാരിച്ചാൽ മാറ്റാൻ പറ്റും? അവരവർ വിചാരിച്ചാലേ മാറ്റാൻ പറ്റുള്ളൂ. ഇല്ലാതെ ഒരു ജ്യോത്സ്യം വിചാരിച്ചാലോ, ഒരു പൂജാരി വിചാരിച്ചാലോ, ഒരു അമ്പലത്തിൽ പോയതുകൊണ്ടോ പറ്റില്ല. നമ്മളിത് മനസ്സിലാക്കി അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഓരോ രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു തകർച്ച വരാതെ നമുക്ക് സംരക്ഷണാർത്ഥം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്കതിനു വേണ്ടി പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശനിയെ ശരിക്ക് പ്രീതിപ്പെടുത്തി പോകണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ച് പോകണം. വ്യാഴഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിഷ്ണു ഭജനം, വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല അർച്ചനയൊക്കെ നടത്തിക്കൊണ്ടു പോകണം. ഒരു ശനീശ്വര യന്ത്രം
ലക്ഷ്മി നാരായണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കിട്ടണം. ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇതൊക്കെ ചെയ്തതുകൊണ്ട് മാത്രമല്ല, അത്ര ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു തകർച്ചയും നിങ്ങൾക്ക് വരത്തില്ല. അതുപോലെ തന്നെ ഈ വോയിസ് അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലെ ഉള്ള മേടരാശിക്കാർ ഉണ്ടെങ്കിൽ അവരും കൂടി അത് ശ്രദ്ധിച്ച് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്ത് ഈ ദോഷങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സഹായിക്കും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഇതിന് ബെൽ ബട്ടൺ അമർത്തുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ലൈവ് പ്രോഗ്രാം നമ്മളിതുപോലെ ഓരോ മെസ്സേജും അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത് തന്നെ നമ്മളെ ആചാര്യ വിഷ്വൽ മീഡിയയുടെ ഏകദേശം 55,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മളെ ഫോളോവേഴ്സ് ഉണ്ട്, നമ്മളെ കേൾക്കുന്നവരുണ്ട്. അവർക്ക് മുന്നേ കൂട്ടി അവരെ അറിയിക്കുക എന്നതാണ് ഞാൻ എന്നെ വിശ്വസിച്ച് എൻ്റെ ചാനലിൽ നിൽക്കുന്നവർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് UAE കരാമയിൽ പൂജാസ് ജുവലറി എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ UAE ആൾക്കാർ അവിടെ കൺസൾട്ടിന് വരാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ നമ്മളെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ തന്നെ നമ്മളെ കൺസൾട്ട് ചെയ്യാനും ഓരോ കാര്യങ്ങൾ നിത്യജ്യോതിഷം ചെയ്യുന്നുണ്ട്, അതുപോലെ ലൈവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ലൈവൊക്കെ വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് യഥാസമയത്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബെൽ ബട്ടണും കൂടി അമർത്താൻ പറയണേ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.